ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വേർബും ഇഡിയംസും ആണ്. ഓക്കെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഗ്രാമർ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കില്ലേ, ഗ്രാമർ എങ്ങനെയും പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഈ ഒരു ഗ്രാമർ എക്സാമിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് പോവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫ്രേസൽ വേർബ്, ഇഡിയംസ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. നമുക്ക് പാസ്സാവാനുള്ളൊരു മാർക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓരോ ഗ്രാമർ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും ആദ്യം ഒരു ഹെഡിങ് എഴുതുക, എന്നിട്ട് ഇതേപോലെ ചെറിയ ഡെഫിനിഷൻ എഴുതുക, 2 എക്സാമ്പിൾ എഴുതുക. അപ്പം അങ്ങനെ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, ഫുൾ മാർക്ക് മേടിക്കണം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ അല്ലേ, അപ്പം അവർക്കൊരിക്കലും ഈ ഒരു വീഡിയോ അത്ര ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ഗ്രാമറൊക്കെ പാസ്സായാൽ മതി എന്നുള്ള രീതിയിലുള്ള സ്റ്റുഡൻസ് ഒക്കെ അല്ലേ, അവർക്ക് വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫ്രേസൽ വേർബ് ആണ്. ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ പലതരം ഗ്രാമാറ്റിക്കൽ കാറ്റഗറിയിൽ നിന്നുള്ള 2 അതിലധികം 3 ഒക്കെ 2-3 വാക്കുകൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് ഈ ഒരു നമ്മുടെ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വേർബ് ആയിരിക്കാം, വേർബ് പ്ലസ് പാർട്ടിക്കിൾ ആയിരിക്കാം. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അഡ്വേർബ്, പ്രിപ്പോസിഷൻ ആവാം. അപ്പം ഇത്രയാണ് ഫ്രേസൽ വേർബിൽ പറയുന്നത്. നിങ്ങൾ ഡെഫിനേഷൻ ഒന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ കുറച്ച് വേർഡ്സ് അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പോകട്ടോ, ഒന്നും പഠിക്കാതെ പോവാണതിൻ്റെ പകരം കുറച്ച് ഫ്രേസൽ വേർബ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചു തരാം. അതൊന്ന് പഠിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് അല്ല ഏതെങ്കിലും ഒരെണ്ണം വരും, അത് ഉറപ്പാണ്. അപ്പോൾ അതൊന്ന് വായിച്ച് പോയാൽ നിങ്ങൾക്ക് ഫ്രേസൽ വേർബ് ഞാൻ എക്സാമ്പിൾ പറയും, അപ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or 3 വേർഡ്സ് ഫ്രം ഡിഫറെൻറ്റ് ഗ്രാമാറ്റിക്കൽ കാറ്റഗറീസ്, എ വേർബ് ആൻഡ് എ പെർട്ടിക്കിൾ an adverb or a preposition to form a single semantic unit. അതായത് പലതരം ഗ്രാമാറ്റിക്കൽ കാറ്റഗറിയിൽ നിന്ന് 2-3 വാക്കുകൾ കൂടി ചേരുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. നിങ്ങളില്ലേ, ഇപ്പം ഞാൻ കുറച്ച് ഫ്രേസൽ വേർബ് പഠിപ്പിച്ച് തരുന്നുണ്ട്, അതുകൂടാതെ ടെക്സ്റ്റിൽ കുറച്ച് ഫ്രേസൽ വേർബ് ഉണ്ടായിരിക്കും. അപ്പം അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പം അതിൽ നിന്ന് ആ ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മാക്സിമം പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പം ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് സെറ്റായി. ഓക്കെ, അപ്പം ടെക്സ്റ്റ് അപ്പം ഒന്ന് തുറന്നു വെക്കാം കേട്ടോ. എത്രത്തോളം ഫ്രേസൽ വേർബും അതുപോലെ ഇഡിയംസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഇതാ ഫ്രേസൽ വേർബ് വെൻറ്റ് ഓഫ് എന്നാണ്. വെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ളത്, ബെല്ലടിച്ചു, റാങ്, റിങ് എന്നൊക്കെ പറയില്ലേ, ദ ബെൽ റാങ്, അതൊക്കെയാണ് ഈ വെൻറ്റ് ഓഫിൻ്റെ മീനിങ്. വെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ റാങ് ആണ്, റാങ് അത് അടിച്ചു. ദ അലാറം വെൻറ്റ് ഓഫ് അറ്റ് മിഡ് നൈറ്റ്, അതായത് രാത്രി ആകുമ്പോൾ അലാറം നിന്ന് പോയി, അല്ലെങ്കിൽ അലാറം അടിച്ചു. ദ അലാറം വെൻറ്റ് ഓഫ് അറ്റ് മിഡ് നൈറ്റ്. രണ്ടാമത്തെ ഡൈഡ് അവേ. ഡൈഡ് അവേ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതായി. ഓക്കെ, ബിക്കെയിം ഇൻഓഡിബിൾ, പെട്ടെന്ന് കേൾക്കാതെ. ഐ വെൻറ്റ് ടിൽ ദ നോയ്സ് ഓഫ് ദ ട്രെയിൻ ഡൈഡ് അവേ, അതായത് ആ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാതെ ആവുന്നത് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വെൻറ്റ് ഓഫ് പഠിച്ചു, ഡൈഡ് അവേ എന്ന് പഠിച്ചു കേട്ടോ. വെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിങ് എന്നൊക്കെ പറയില്ല, അടിച്ചു, സൗണ്ട് ബെല്ലടിച്ചു എന്നൊക്കെ പറയില്ല, റാങ്. അടുത്തത് ഡൈഡ് അവേ പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതായി. അപ്പം നിങ്ങൾ തന്നെ ഒരു ഫ്രേസൽ വേർബ് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതുക, ഡെഫിനിഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക, അങ്ങനെ പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതാണ് സോർട്ട് ഔട്ട്. സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ്, സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ്, സോർട്ട് ഔട്ട്, സോൾവ്. ഈ ഒരു വീഡിയോ കണ്ടു തീരുന്നതിൻ്റെ മുന്നേ തന്നെ അത് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഡെയിലി ഒരു 5 ഫ്രേസൽ വേർബ് വെച്ച് പഠിച്ചോ. അതായത് സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ് എന്നാണ് കേട്ടോ. ഐ വിൽ ഹെൽപ്പ് യു ടു സോർട്ട് ഔട്ട് ദ പ്രോബ്ലം. ഞാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം. ഓക്കെ, ഞാൻ തന്നെ സഹായിക്കാം. സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ്. 3 പഠിച്ചു. ഇപ്പോൾ 3 ഫ്രേസൽ വേർബ് പഠിച്ചു. വെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ റാങ്, ഡൈഡ് അവേ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാണ്ടായി, ബിക്കെയിം ഇൻഓഡിബിൾ. മൂന്നാമത്തെ സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ സോൾവ്, പരിഹരിക്കുക, പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുക പറഞ്ഞാൽ പ്രോബ്ലം പരിഹരിക്കുക. ഓക്കെ, മൂന്നാമത്തെ സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, ബിഗെയിൻ എ ജേർണി. അതായത് ഐ ഗോട്ട് ടു സെറ്റ് ഓഫ് ആസ് ഏർലി ആസ് പോസിബിൾ, അതായത് എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ബിഗെയിൻ എ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ഡിസ്പൈറ്റ്, പുച്ഛിക്കുക. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞതാണ് പുച്ഛിക്കുക. എഴുതി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് നോക്കുമ്പോൾ ആ കൺഫ്യൂഷൻ ആവും. ഐ ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസ്പൈറ്റ്, പുച്ഛിക്കുക.
ഹി ഹാസ് ഓൾവേസ് ലുക്ക് ഡൗൺ ഓൺ മീ. അതായത് എന്നെ എപ്പോഴും അവൻ പുച്ഛിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്തത് പുൾ ഡൗൺ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നശിപ്പിക്കുക. ഡിമോളിഷ് എന്ന് നശിപ്പിക്കുക. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിമോളിഷ്, മീനിങ് നശിപ്പിക്കുക. ദേ പുൾ ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് എന്നൊക്കെ പറയുന്നത്. ദേ പുൾ ഡൗൺ ദ ഹൗസ്. അവർ ആ വീട് നശിപ്പിച്ചു, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് കോൾ ബാക്ക്. കോൾ ബാക്ക് എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ് അല്ലെ. കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിക്കുക അല്ലെ. അതിനെയാണ് എൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിക്കുക. ഓക്കെ, ടു റിട്ടേൺ എ ടെലിഫോൺ കോൾ, അല്ലെങ്കിൽ ഐ വിൽ കോൾ ബാക്ക് ഇൻ an hour. അതായത് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം പഠിച്ചു? ഇനി നെക്സ്റ്റ് ടേക്ക് ഫോർ എന്ന് പറഞ്ഞ എന്താണ്? റിഗാർഡ് കൺസേൺ, അല്ലെങ്കിൽ റിഗാർഡ്സ്, അല്ലെങ്കിൽ ഒരു കൺസേണർ, ഒരു ശ്രദ്ധ പോലെ, ലൈക്ക് ഒരു കൺസേൺ കൊടുക്കുക അല്ലെ. നെക്സ്റ്റ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. ഇത് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഐ വിൽ നോട്ട് പുട്ട് അപ്പ് വിത്ത് യുവർ നോൺസെൻസ് എനിമോ. നിന്റെ ഈ ഒരു ഗോഷ്ടി അല്ലെങ്കിൽ നിന്റെ നോൺസെൻസ് ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എക്സാമിന് മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. ഫ്രേസൽ വേർബിൽ ഒന്നാണ് പുട്ടപ്പ് വിത്ത് വരാറുണ്ട്. അതുപോലെ വെൻഡ് ഓഫ് വരാറുണ്ട്, പിന്നെ സോർട്ട് ഔട്ട് വരാറുണ്ട്, സെറ്റ് ഓഫ് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രേസൽ വേർബ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ പറഞ്ഞ റിസംബിൾ. അനു ടേക്ക് ആഫ്റ്റർ ഹെർ എൽഡർ സിസ്റ്റർ. അതായത് റിസംബിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലെ. ഇപ്പൊ അനു ടേക്ക് ആഫ്റ്റർ ഹെർ എൽഡർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അനു അവളുടെ എൽഡർ സിസ്റ്ററും ഏകദേശം കാണുന്ന ഒരേപോലെയാണ്. ഒരു സിമിലാരിറ്റി, ട്വിൻസ് ഒക്കെ നമ്മൾ പോലെ തോന്നില്ലേ, ഒരേപോലെ മാറിപ്പോവാറൊക്കെ അല്ലേ. അപ്പൊ സിമിലാരിറ്റി. നെക്സ്റ്റ് ഏതാ? ടേക്ക് ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഗെയിൻ കൺട്രോൾ. അതായത് പെട്ടെന്ന് പഠിക്കുക എന്നൊക്കെ പറയില്ലേ. ഹി ഈസിലി ടേക്ക് ഓവർ ദ എൻറ്റയർ ബിസിനസ് മന്ത്സ് ടൈം. അതായത് ഒരു മാസത്തിന്റെ സമയത്തിനുള്ളിൽ അവ ഒരു ബിസിനസ് മൊത്തം ടേക്ക് ഓവർ ചെയ്തു. അവ അത് കൺട്രോൾ ചെയ്തു അല്ലേ. അവ അതൊക്കെ പഠിച്ച് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഒരു മാസത്തിനുള്ളിൽ തന്നെ അവ അത്രയും പെട്ടെന്ന് പിക്കപ്പായി പഠിച്ചു എന്ന്. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഗെയിൻ കൺട്രോൾ ആണ്. ഗെയിൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് കൺട്രോൾ ആയിട്ട് പഠിക്കുക, ടു ബിൽഡ് കൺട്രോൾ. നെക്സ്റ്റ് പറഞ്ഞാൽ ടേക്ക് അപ്പ്. ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മൈസെൽഫ്. അതായത് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുക. ഇപ്പം എക്സാമ്പിൾ പറയാം. ഐ ടുക്ക് അപ്പ് ഡാൻസിങ് വൈൽ ഐ വാസ് ഇൻ സ്കൂൾ. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഡാൻസിനോടൊരു ഇൻട്രസ്റ്റ് വന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഇൻവോളണ്ടറി ആയിട്ട് വരില്ലേ, എനിക്ക് എന്നിൽ നിന്നും എന്താണ് ഇൻട്രസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഇൻട്രസ്റ്റ് വരിക. ഇങ്ങനെയുള്ള ഫ്രേസൽ വേർബ് ഒക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് ചെയ്ത് എഴുതി പഠിക്കാം കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്ത കുറച്ച് ഫ്രേസൽ വേർബ് ഇല്ലേ, അത് നിങ്ങളൊന്ന് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ ഈ കോൾ ഓൺ വരാറുണ്ട്, കം ടു വരാറുണ്ട്, കം ഡൗൺ. ഇതൊക്കെ എക്സാമിനെ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കീപ്പ് ഓണ്, കം ഓണ്, കോൾ ഓണ്, അതുപോലെ ടേക്ക് ഓവർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതായിരുന്നത്, പുട്ടപ്പ് വിത്ത്. ഇതൊക്കെ ടോളറേറ്റ് സംഭവം ഒക്കെ വരുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കാം. ഫ്രേസൽ വേർബ് ഇപ്പം ഞാൻ കുറച്ച് സ്ക്രീനിൽ കൊടുത്തിട്ടില്ലേ, ഇത് കൂടാതെ ടെക്സ്റ്റിലും ഉണ്ട്. ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതൊന്ന് പഠിച്ചു പോവുക. അപ്പം ഫ്രേസൽ വേർബ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡിയംസ് ആണ് നോക്കുന്നത് കേട്ടോ. ഇഡിയംസ് എന്താന്ന് ഞാൻ സിമ്പിളി പറഞ്ഞുതരാം. അതായത് ഓരോ വേർഡ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഫ്രേസസ്, ഒരു ഫ്രേസസ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഒരു മീനിങ് ആയിരിക്കില്ല. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞതാണ് ആ ബാഗിൽ നിന്ന് ക്യാറ്റിനെ പുറത്തേക്ക് എടുക്കാനാണ്. അതല്ല വരുന്നത്. അതിൻ്റെതായ ഒരു ഫിഗറേറ്റീവ് മീനിങ് ഉണ്ടായിരിക്കും, പക്ഷെ അത് ആ ഒരു വേർഡിന്റെ മീനിങ് ആയിരിക്കില്ല. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട്. ആ സീക്രട്ട് തുറന്നു പറയാം. അതാണ് ഒരു ഇഡിയംസിന്റെ പ്രത്യേകത. അതായത് ഒരു സെന്റൻസ് അതിന്റെ വേർഡ്സിന്റെ ഒരു മീനിങ് ആയിരിക്കില്ല, നേരെ മറിച്ച് അതിൻ്റെതായ ഒരു മീനിങ് വേറെ ഉണ്ടായിരിക്കും. ലിറ്റററി മീനിങ് ആയിരിക്കില്ല, ഒരു ഫിഗറേറ്റീവ് മീനിങ് ആയിരിക്കും അതിനുള്ളത്. നമ്മൾ ബോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂടുതലും കാണാം ഒരു കുറേ ഫ്രേസസും ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവരുടെ ആ ഒരു ഇത് കാണാം. യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല, കുറച്ച് വിവരമുള്ള ആളാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഡെയിലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഫ്രേസൽ വേർബും ഇഡിയംസ് ഒക്കെ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഡെയിലി ഒരു 5 എണ്ണം വെച്ചിട്ട് വായിച്ചു വെക്കാനും മതി. ഈ ഒരു ഇഡിയംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരിക എന്ന് ഞാൻ പറയാട്ടോ. അപ്പൊ അതെല്ലാം കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഡിയംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഡിയംസ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് അതിന്റെ ലിറ്റററി മീനിങ് ആയിരിക്കില്ല, നേരെ മറിച്ച് ഫിഗറേറ്റീവ് മീനിങ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഫ്രേസൽ വേർബ് നോക്കാം. ടു കോൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക്, അതായത് സത്യം തുറന്നു പറയാനാണ് അതിന്റെ മീനിങ്.
പിന്നെ എന്താണ് ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു വേണമെന്ന് വെച്ചിട്ട് ചെയ്യുക ഒരു കാര്യം, ഡെലിബറേറ്റ് ഇന്റൻഷനലി ഒരു ഇന്റൻഷൻ വെച്ച് ചെയ്യുക, അതാണ് ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഡി എന്താണ് ടേൺ ഓൺ എ ഡിഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഇഗ്നോർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫ്രേസൽ വേർബ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇത് പഠിക്കുക. പിന്നെ ടെക്സ്റ്റിലും കുറച്ച് ഫ്രേസൽ വേർബ് കാണാം. ഇഡിയംസ്. നിങ്ങൾ ഇഡിയംസും ഫ്രേസൽ വേർബും ടെക്സ്റ്റിലുള്ളത് പഠിക്കുക, പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളതും പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫ്രേസൽ വേർബ് എങ്ങനെ ചോദിക്കുകയെന്നറിയോ? ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഫ്രേസൽ വേർബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഐ വിൽ ഡാഷ് ഓൺ എൻ അവർ. ഏതാണ്? കോൾ ബാക്ക് അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം കോൾ ബാക്ക്. അതേപോലെ മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് വരും. ഈ നെക്സ്റ്റ് ചാപ്റ്റർ വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് പാറ്റേൺ ആണ്. അത് നമ്മൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇതുവരെ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.